ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മലയാളത്തിൻ്റെ 2024-25 വർഷത്തെ HS വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. മഞ്ഞക്കാടൻ മല കയറാനുള്ള ഏറെ നാളത്തെ ആഗ്രഹമാണ് ഇന്ന് പൂവണിയാൻ പോകുന്നത്. കൃത്യം 8 മണിക്ക് തന്നെ 25 കുട്ടികളും 2 അധ്യാപകരും 4 രക്ഷിതാക്കളുമുള്ള സംഘം സ്കൂൾ ബസ്സിൽ മഞ്ഞക്കാടൻ മല ലക്ഷ്യമാക്കി പുറപ്പെട്ടു. വെള്ളവും പലഹാരവുമുള്ള സഞ്ചി കയ്യിലെടുത്തോളൂ. അബ്ദുമാഷുടെ നിർദ്ദേശം കേട്ടപ്പോഴാണ് മഞ്ഞക്കാടൻ മലയുടെ അടിവാരത്തെത്തിയതായി ആതിരയ്ക്ക് മനസ്സിലായത്. ശ്രദ്ധിച്ചു കയറണം, സൗമ്യ ടീച്ചറുടെ നിർദ്ദേശം. ഇരുപുറവും ഇടതിങ്ങിയ കുറ്റിക്കാടുകൾക്ക് നടുവിലൂടെ ഉറുമ്പിൻകൂട്ടം പോകുന്നതുപോലെ താളത്തിലുള്ള യാത്ര. ഏറ്റവും മുന്നിൽ PTA പ്രസിഡന്റ് അജേഷ്, ഏറ്റവും പിറകിൽ ലിസി ടീച്ചർ. കാരമുള്ളു കുത്തി മുറിവായിട്ട് കൂടി ആരും പരാതിപ്പെടുന്നില്ല കണ്ടില്ല. വിശാലമായ മൈതാനം പോലുള്ള മുകൾ ഭാഗത്ത് കുട ചൂടി നിൽക്കുന്ന ഇല്ലിക്കൂട്ടം ഇതിൻ്റെ തണലിലിരുന്ന് ക്ഷീണമകറ്റി വീണ്ടും കയറ്റം ആരംഭിച്ചു. ഞങ്ങളെ കൊണ്ട് പന്ത് പോലെ തെന്നിത്തെറിപ്പിച്ചു പോകുന്ന കാട്ടുപന്നിക്കൂട്ടം അല്പം ഭയം സൃഷ്ടിച്ചു. മയിലിൻ്റെയും കുയിലിൻ്റെയും കളനാദം യാത്രക്ക് സംഗീതം പകർന്നു. ഒടുവിൽ മഞ്ഞക്കാടൻ മലയുടെ നെറുകിയിലെത്തി. സ്വപ്നം പൂവണിഞ്ഞതിലുള്ള സന്തോഷം എല്ലാവരുടെയും മുഖത്ത് പ്രകടമായിരുന്നു. ഇളം കാറ്റ് ആശ്വസിപ്പിക്കാൻ ഓടിയെത്തി. കിഴക്കൻ ചക്രവാളത്തെ ചുംബിച്ചു നിൽക്കുന്ന പശ്ചിമഘട്ടത്തെ ഞങ്ങൾ കൺകുളിർക്കെ കണ്ടു. പൊന്നണിഞ്ഞ നെൽപ്പാടങ്ങൾ, പച്ച വിരിച്ച കുന്നിൻപുറങ്ങൾ, വെള്ളി അരഞ്ഞാണ പോലെ വെട്ടിത്തിളങ്ങുന്ന ഭാരതപ്പുഴ, കറുത്ത നൂലുപോലെ നീണ്ടുപോകുന്ന ദേശീയപാത, പഞ്ഞിക്കെട്ട് പോലെ ഒഴുകി നടക്കുന്ന വെൺമേഘങ്ങൾ, സന്തോഷത്തോടെ തത്തിക്കളിക്കുന്ന തുമ്പിക്കൂട്ടം. സൂര്യൻ പോലും ചൂട് കുറച്ച് ഞങ്ങളുടെ യാത്രക്ക് സ്വാഗതമോദി. കാഴ്ചയുടെ മതിവരാത്ത സൗന്ദര്യം നുകർന്ന് പതുക്കെ മലയിറങ്ങുമ്പോൾ വീണ്ടും വരാമെന്ന് മനസ്സിൽ സമാധാനിപ്പിച്ചു കൊണ്ടിരുന്നു. യാത്രാവിവരണം വായിച്ചല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു യാത്രാവിവരണമാണ് തന്നിട്ടുള്ളത് അല്ലേ, മഞ്ഞക്കാടൻ മലയിലേക്കുള്ള യാത്രാവിവരണം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ ചോദ്യങ്ങൾ വായിച്ച് ഉത്തരം എഴുതണം. ഒന്നാമത്തേത്, ആതിരയുടെ ഏത് ആഗ്രഹമാണ് പൂവണിയാൻ പോകുന്നത്? പശ്ചിമഘട്ടം കയറാനുള്ളത്, പഠനയാത്ര പോകാനുള്ളത്, വാട്ടർ തീം പാർക്കിൽ പോകാനുള്ളത്, മഞ്ഞക്കാടൻ മല കയറാനുള്ളത്. ഏതായിരുന്നു? മഞ്ഞക്കാടൻ മല കയറാനുള്ള ആഗ്രഹമാണല്ലോ. അപ്പോൾ ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ളത്. 2, മല കയറുമ്പോൾ യാത്രാ സംഘത്തിൻ്റെ ഏറ്റവും മുന്നിലുള്ളത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. PTA പ്രസിഡന്റ് അജേഷ്, സൗമ്യ ടീച്ചർ, പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുമാഷ്. ആരായിരുന്നു? PTA പ്രസിഡന്റ് അജേഷ് ആയിരുന്നു. മല കയറ്റത്തിനിടയിൽ അല്പം ഭയം സൃഷ്ടിച്ച സന്ദർഭമേത്? കാരമുള്ള കാലിൽ കുത്തിയത്, കാട്ടുപന്നിക്കൂട്ടം പന്ത് പോലെ തെന്നിത്തെറിച്ചു പോയത്, മല കയറുമ്പോൾ തെന്നി വീണത്, മുളങ്കൂട്ടത്തിൻ്റെ തണലിലിരുന്ന് മുള്ളുകൊണ്ടത്. ഏതായിരുന്നു? കാട്ടുപന്നിക്കൂട്ടം പന്ത് പോലെ തെന്നിത്തെറിച്ചു പോയതാണ്. 4, ഭാരതപ്പുഴ ദൂരെ നിന്ന് കണ്ടപ്പോൾ കുട്ടിക്ക് തോന്നിയതെന്ത്? പഞ്ഞിക്കെട്ട് പോലെ ഒഴുകി നടക്കുന്നത്, തിരമാല പോലെ അടുക്കടുക്കായി പോകുന്നത്, ഭൂമിക്ക് കുറുകെ കറുത്ത നൂല് പോലെ പോകുന്നത്, വെള്ളി അരഞ്ഞാണം പോലെ വെട്ടിത്തിളങ്ങുന്നത്. ഏതായിരുന്നു കൂട്ടുകാരെ ഭാരതപ്പുഴ കണ്ടപ്പോൾ തോന്നിയത്? നമ്മുടെ പറയുന്നുണ്ട് എങ്ങനെയാണ്? തിരമാല പോലെ അടുക്കടുക്കായി പോകുന്നത് എന്നാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ 5ാമത്തെ ചോദ്യം, കുട്ടികളുടെ യാത്രക്ക് പ്രകൃതി പോലും സഹായകമായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെ? മഴ പെയ്യാതിരുന്നതുകൊണ്ട്, ഇളം കാറ്റ് ആശ്വസിപ്പിക്കാൻ ഓടിയെത്തിയതും, സൂര്യൻ ചൂട് കുറച്ചതുകൊണ്ട്. എന്തുകൊണ്ടായിരുന്നു? ഇളം കാറ്റ് ആശ്വസിപ്പിക്കാൻ എത്തിയതും അതുപോലെ തന്നെ സൂര്യൻ ചൂട് കുറച്ചതുകൊണ്ടുമാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനി 2ാമത്തെ പ്രവർത്തനം, സംഭാഷണം എഴുതാം. കുട്ടിയും തത്തയും. കൂട്ടിലകപ്പെട്ട കൊച്ചു തത്തയെ എങ്ങു പോയിടുവാനേറെ ഇഷ്ടം. നാടായ നാടൊക്കെ പാറി നടക്കണം, കൂട്ടുകാരൊടുത്ത് കളിച്ചിടണം, പാരിതിലങ്ങനെ പാടി നടക്കണം, പിന്നെയും മോഹങ്ങൾ ബാക്കിയില്ലേ? മാതാപിതാക്കളെ കണ്ടിടേണം, സോദരോടൊത്ത് കഴിഞ്ഞിടേണം, ഭക്ഷണക്കാര്യത്തിൽ എന്തു ചിന്ത,
ചൊല്ലിടൂ എന്നോടോ കൊച്ചു തത്തേ, കായ്കനിയാകെ കൊറിച്ചിടേണം, വിത്തിൻ്റെ സാധുമറിഞ്ഞിടേണം, എല്ലാം കഴിഞ്ഞിങ്ങു വന്നിടുമോ, ഞങ്ങളെ കാണുവാൻ എത്തിടുമോ, വന്നിടാം സോദര നിന്നെ കാണാൻ, കൂട്ടിലേക്കൊട്ടുമേ ഇല്ല കുഞ്ഞേ. ഓക്കെ, കവിത വായിച്ചല്ലോ. കവിതയിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് സംഭാഷണം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കവിതയിലാണ് കുട്ടി കാര്യങ്ങൾ പറയുന്നത് തത്തയും. അപ്പോൾ അവിടെ എന്താണ് തത്തയും കുട്ടിയും പറയുന്നതായിട്ട് നമുക്ക് എഴുതണം. അപ്പോൾ ഇവിടെ കുട്ടി ആദ്യം ചോദിക്കുകയാണ്, കൊച്ചു തത്ത നിനക്ക് എങ്ങോട്ട് പോകാനാണ് ഇഷ്ടം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ തത്ത എന്താ പറയേണ്ടത്? എനിക്ക് നാടായ നാടൊക്കെ ഒന്ന് ചുറ്റിപ്പാറി നടക്കണം, കൂട്ടുകാരൊടുത്ത് കളിക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ അത് സംഭാഷണമായിട്ട് എഴുതുകയാണ് കൂട്ടുകാരിവിടെ വേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് പ്രവർത്തനം 3, പോസ്റ്റർ തയ്യാറാക്കാം. ആഘോഷങ്ങളുടെ ഭാഗമായി നാം പലപ്പോഴും ധാരാളം ഭക്ഷ്യവിഭവങ്ങൾ പാഴാക്കി കളയുന്നു. എന്നാൽ ലോകത്തിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ പട്ടിണി കിടക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. ഭക്ഷണ സാധനങ്ങൾ പാഴാക്കുന്നതിനെതിരെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം? നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ കൂട്ടുകാർ വരക്കണം. ഓക്കെ, ചിത്രങ്ങൾ വരക്കണം. അതുപോലെ തന്നെ ഭക്ഷണത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു കോഡ്സ് പോലെ എഴുതുകയും വേണം. എന്താണ് നമുക്ക് എഴുതാം? ഭക്ഷണം അമൂല്യമാണ്. ഓക്കെ, അത് പാഴാക്കരുത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കോഡ്സും എന്തെങ്കിലും പിക്ചറും നിങ്ങൾ വരച്ചു കൊടുക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാനാണ്. നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾ നടക്കുന്ന കാലമാണല്ലോ. നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു ഉത്സവത്തിൻ്റെ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കൂ. ദൃക്സാക്ഷി വിവരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ കണ്ടിട്ട് പറയുന്നതാണ് ദൃക്സാക്ഷി വിവരണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട നാട്ടുകാരെ, അതാ ആന ഇതാ എന്താ പറയുക തുമ്പിക്കൈ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. കൊട്ടും കുരവയുമായി പിന്നാലെ ആളുകൾക്ക് ചെണ്ടക്കാരും മദ്ദളക്കാരും പിന്നാലെയുണ്ട്. അതാ ആനയുടെ പുറത്തിരിക്കുന്ന ആള് എന്തോ നോക്കി ആക്ഷൻ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതാ അവിടെ ഒരു കുട്ടി ബലൂണുമായിട്ട് വരുന്നു, കുട്ടിയുടെ ബലൂൺ അതാ മുകളിലേക്ക് പറന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊന്ന് എഴുതിയാൽ മാത്രം മതി. ഇനി അടുത്തത് ജീവചരിത്ര കുറിപ്പാണ്. ഇവിടെ തന്നിട്ടുള്ളത് ആരെയാണ്? നമ്മുടെ വാസുദേവൻ നായരെയാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര കുറിപ്പാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള വിഷയങ്ങൾ നിങ്ങളൊന്ന് പോയിന്റ് ആക്കി എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ജീവചരിത്ര കുറിപ്പ് എഴുതുമ്പോൾ ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവരുടെ പേര് തലക്കെട്ടായിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ MT വാസുദേവൻ നായർ എന്ന് കൊടുക്കുക. എന്നിട്ട് 1933 ജൂലൈ 15 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അതുപോലെ പുന്നയൂർ T നാരായണൻ നായർ അച്ഛനും അമ്മാളും അമ്മ അമ്മയുമാണ്. അദ്ദേഹം തിരക്കഥാകൃത്ത്, പത്രാധിപൻ, സാഹിത്യകാരൻ, ചലച്ചിത്ര സംവിധായകൻ എന്ന രീതിയിൽ, അധ്യാപകൻ എന്ന രീതിയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡ്, പത്മഭൂഷണി, എഴുത്തച്ഛൻ പുരസ്കാരം, KC ഡാനിയൽ പുരസ്കാരം എന്നീ തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 4 കെട്ട്, അസുരവിത്ത്, 2-ാം ഊഴം, മഞ്ഞ്, കാലം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികളാണ്. 2024 ഡിസംബർ 25 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ എഴുതിയാലും മതി. ഇനി അടുത്തത് അവസാനത്തെ ചോദ്യം, നിവേദനം തയ്യാറാക്കാം. സുന്ദരപുരം GLP സ്കൂളിൽ വിനുവിന് മാത്രമാണ് സൈക്കിളുള്ളത്. അവൻ ഒരു ദിവസം സൈക്കിളുമായി സ്കൂളിലെത്തി. സ്കൂളിൽ അതിന് ചുറ്റും തടിച്ചുകൂടി. സൈക്കിൾ സവാരി നല്ല വ്യായാമമാണെന്ന് അധ്യാപകൻ പറഞ്ഞു. സൈക്കിൾ ഓടിക്കാൻ എല്ലാവർക്കും ഒരു മോഹം തോന്നി. അതിനായി വേണ്ടത്ര സൈക്കിൾ ലഭിക്കാൻ കുട്ടികൾ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു നിവേദനം നൽകാൻ തീരുമാനിച്ചു. നിങ്ങളുടെ വിദ്യാലയത്തിലും ആവശ്യമുള്ള സൈക്കിൾ ലഭിക്കുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു നിവേദനം തയ്യാറാക്കുക. അപ്പം മേലെ നിവേദനം എന്ന് എഴുതാം. എന്നിട്ട് പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, എന്നിട്ട് വിഷയം എന്താണ്? സൈക്കിൾ ലഭിക്കുന്നതിനുള്ള നിവേദനം. എന്നിട്ട് ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളിൽ മിക്ക ആളുകൾക്കും സൈക്കിൾ ഇല്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ മലിനീകരണം കുറയ്ക്കാനും വേണ്ടി സൈക്കിൾ എന്ന മോഹം ഞങ്ങളെ സാക്ഷാത്കരിക്കാനായി പഞ്ചായത്ത് കൂടെ നിൽക്കണമെന്നും അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് തരണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഈ മോഡലായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും A+ തന്നെ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.